ഇവിടെ വിൽക്കുന്ന ചായയും പരിപ്പൊടിയും ബണ്ണും എത്ര പേരുടെ വിശപ്പടക്കുന്നു നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഇവിടെ കഴുകുന്ന കപ്പുകളുടെയും ഗ്ലാസുകളുടെയും ശബ്ദം എത്ര പേരുടെ ഹൃദയമിടിപ്പാണ് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. എന്നിട്ടും നിങ്ങൾക്ക് ഈ ഹോട്ടൽ വിൽക്കണമെന്ന് തോന്നിയെങ്കിൽ ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഇത് വിറ്റുതരാം. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാ. എടോ, സാറിന് ഒരു അടിപൊളി ചായ കൊണ്ടുവാ. സമൂസ, ബിസ്ക്കറ്റ്. ആ രാശിക്കല്ല് വിൽക്കുന്നവൻ ഹോട്ടൽ വിൽക്കാൻ തടസ്സമാകുകയാണെങ്കിൽ അവൻ ഒരു സാധാരണ കല്ല് വിൽപ്പനക്കാരനല്ല. അവൻ ഈ സിറ്റിയിൽ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. മാത്രമല്ല, അവൻ ഇത്രയും ധൈര്യം കാണിക്കണമെങ്കിൽ അവൻ ഒന്നിലൊരു പോലീസുകാരനായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ പോലെ പുറമ്പോക്ക് സ്ഥലങ്ങൾ കൈകയറുന്ന ഒരു പോക്കിരി. ശരിയാണ്. ആ കമ്മീഷണർക്ക് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ എത്തി മണി. നിങ്ങൾ മനസ്സ് കണ്ട ഞാൻ മാനത്ത് കാണും. ചിന്തിച്ച ഉടനെ എത്തിയല്ലോ. അല്ല, സിറ്റിയിലെ ലാൻഡ് ഗ്രാബിംഗ് കേസ് അന്വേഷിക്കാൻ പുതിയ ഓഫീസർമാരെ ആരെങ്കിലും നിയമിച്ചോ? ഇല്ലല്ലോ. ആ ജന്നത്ത് ഹോട്ടൽ എന്നോ നമുക്ക് സ്വന്തമാകേണ്ടതായിരുന്നു. അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുന്നതായിരുന്നു എനിക്ക് പ്ലാൻ. പക്ഷെ ആരോ ഒരുത്തൻ അതിന് തടസ്സമായി നിൽക്കുന്നു. ആരായിരിക്കും അത്? മണി സാറേ, നിങ്ങൾ ഇതുവരെ എത്ര സ്ഥലങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുന്നു. അതിനൊക്കെ ഞാൻ കൂട്ടു നിന്നിട്ടുണ്ട്. തടയുന്നവനെ തട്ടിക്കള, ബാക്കി കാര്യം ഞാനേറ്റു. ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂലേ, കിങ്ങണതെന്താണേ ഞാനെന്റെ കുന്നിക്കുരുമണി പൊന്മാല, കുന്നിക്കുരുമണി പൊന്മാല. എന്തിനാ അങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്ക് നാണമാവുന്നുണ്ടല്ലോ. നാണിച്ചു നിൽക്കാനൊക്കെ സമയമുണ്ട്. ഇപ്പൊ നീ ഇവിടെ എന്തിനാ വന്നെന്ന് പറ. ചേച്ചിയോട് ഒരു രഹസ്യം പറയാനാ. രഹസ്യമോ? എന്ത് രഹസ്യം? ഈ ഹോട്ടൽ വിൽക്കണമെന്ന് ചേച്ചിയും വളരെ ദിവസമായിട്ട് വളരെ കഷ്ടപ്പെടുന്നു. പക്ഷേങ്കിലേ ആ തത്തമ്മ ചുണ്ടൻ ഇവിടെ ഇരിക്കുന്നവരെ ചേച്ചിയെ കൊണ്ട് ഈ ഹോട്ടൽ വിൽക്കാനാവത്തേ ഇല്ല. ഒന്നങ്ങോട്ട് നോക്കേ. ബബേശകാലം, വജകാലം, ഗജകർണം, ഗോകർണം, ശങ്കരാഭരണം. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിരിക്കും. ആ രാശികല്ല് വിൽക്കുന്ന ആളെ ജനങ്ങളെ ഏതൊക്കെയോ മായമന്ത്രം പറഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന കണ്ടില്ലേ? അവൻ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കണമെന്നാ എനിക്കൊട്ടും മനസ്സിലാവാത്ത. ദാണ്ട കിടക്കുന്ന കിണ്ടി. അതിനിപ്പോ എത്ര നേരം വേണം? ചേച്ചി ഒന്ന് ഉമ്മെന്ന് മൂളിയാ മതിയെന്നേ. ഒരു കൊട്ടേഷൻ കൊടുത്താ ഇവന് ഇഞ്ചിഞ്ചായ അറുത്ത അച്ചാറിട്ട് ഇവനെ അമേരിക്കയിൽ അയക്കും. അതും കഴിഞ്ഞില്ലെങ്കിലേ അവനെ കൊണ്ട് തന്നെ ഈ ഹോട്ടൽ വാങ്ങിപ്പിക്കാന്നേ. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നതും തിരക്കിടത്തോ. ഈ ആസിഡ് മനസ്സമ്മ വരുന്നത് കണ്ടില്ലേ? ഇറങ്ങി പോയില്ലടാ. ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് റിയാക്ഷൻ ഇല്ലെങ്കിൽ നിനക്ക് ആവശ്യം ആക്ഷൻ ആടാ. ചേട്ടാ, ഇദ്ദേഹം രാശിക്കല്ല് വിൽക്കുന്ന ആളാ. ചേട്ടനെ പറ്റി ഇദ്ദേഹത്തിന് അറിയില്ല. അണ്ണന്റെ ജാതക ചക്രം നോക്കുമ്പോൾ എനിക്ക് ഇദ്ദേഹം ആരാന്നാ കരുതി? ആസിഡ് നരസിംഹ. നിങ്ങൾ കാശിന് കൊല്ലുന്നവരെ പറ്റിയല്ലേ കേട്ടിട്ടുള്ളൂ. ഇദ്ദേഹം ചുമ്മാ നേരം പോക്കിന് വേണ്ടി കൊല്ലുന്ന ആളാ. അദ്ദേഹം ഇതുവരെ നിങ്ങളെ കൊന്നില്ലല്ലോ. നിങ്ങൾക്ക് നല്ല സമയമാ. നീ ജാതകം പറയും, ഞാനത് ഇല്ലാതാക്കും. ഐ മീൻ ടു സേ നരസിംഹണ്ണന്റെ ഫേസ് വെരി നൈസ്. അണ്ണാ, അണ്ണനൊരു കല്ല് തരാം. അത് അണ്ണൻ വെച്ചോ. മണ്ണാർക്കാട് മാർത്താണ്ടെന്ന് കറങ്ങാതെ അസംബ്ലിയിലേക്ക് പോവാൻ നോക്ക്. എനിക്ക് കല്ലിന് വിശ്വാസമില്ല, കത്തിയാണ് വിശ്വാസം. ഒറ്റ നിമിഷത്തിൽ സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല, കത്തിയായിരിക്കും സംസാരിക്കാം. അപേക്ഷകാലം ചേട്ടന്റെ കയ്യിലുള്ള കത്തീര ജാതകം നോക്കുമ്പോൾ എനിക്ക് ചേട്ടാ, എനിക്ക് വേണ്ടി ഇങ്ങനെ വെറുതെ വിടണം. ഇങ്ങനെ ഇവിടുത്തുകാരനല്ല. ഞാൻ ഇപ്പൊ തന്നെ സിറ്റി വിട്ടു പോകാൻ പറഞ്ഞേക്കാം. റഹീം ഭായ്, സാറ് മര്യാദക്ക് ഇവിടുന്ന് പോകുന്നോ അതോ സാറിന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ചാവണോ? അങ്ങനെ പറയില്ല റഹീം ഭായ്. ഭായ്, അവന് വേണ്ടി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവനെ കളയുന്നത്? അവന് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് മരിക്കും. എന്റെ കല്ലിനെ കുറിച്ച് നിനക്കറിയില്ല കുട്ടി. വെറും കല്ലിന് വേണ്ടി ഒരു ജീവൻ കളയണോ? ഞാൻ പറയുന്നു, താങ്കൾ കേൾക്കുന്നു. ഇത് സത്യം. എന്താ റഹീം ഭായ് സത്യമൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തു പോവാം. പക്ഷേ എന്റെ കല്ലിന്റെ മഹത്വം അപേക്ഷകാലം നരസിംഹണ്ണ നീ മനസ്സിലാക്കും. നീയും മനസ്സിലാക്കും, തീർച്ചയായും മനസ്സിലാക്കും. എന്താ മാഡം, ഹാപ്പി അല്ലേ? അവനെ കണ്ടില്ലേ തെറിച്ചോടിയത്? ഈ ആസിഡ് നരസിംഹനോട് കളിച്ച അഡ്രസ് ഉണ്ടാവില്ല ഒരുത്തനും. ആസിഡ് നരസിംഹൻ നാട് വാഴുന്നവനാ. പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചോ.
നാളെ ഇതേ സമയം നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തേക്കാം. ഓക്കെ അല്ലേ? ആസിഡ് നരസിംഹൻ, ഞാനൊരു പുലിയാ. എന്താ മനസ്സിലായോ? നല്ല ഉരുണ്ട് കൊഴുത്തിരിക്കുന്ന പരന്ന പറയിൽ ഇരുന്നുറങ്ങുമ്പോ കൊതുക് വന്നെന്നെ കടിക്കുന്നേ. പരന്ന പറയിൽ ശ്രീകാന്ത്, നിനക്ക് വേറെ ഒന്നും ഇല്ലേടെ എന്റെ പൊന്നു ചേട്ടാ ഒന്ന് മാറ്. ഇതാ സാറേ. ഇതെന്ത് കോലോ? What is this? What happened? അതൊന്നും മാത്രം ചോദിക്കല്ലേ മോളെ. ശരി, ചോദിക്കുന്നില്ല, അത് കള ചേട്ടായി. മുംതാജ് ചേച്ചി ചേട്ടന് വേണ്ടി വെയിറ്റിംഗാ. ആ ഹോട്ടൽ വാങ്ങാൻ വന്നവര് എവിടെ? അതാ വന്നുകൊണ്ടിരിക്കുന്നു. അവനോ? പൊന്നു മാഡം, അദ്ദേഹം ഇതേന്നൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവനെ ഇവരൊന്നും വിളിക്കല്ലേ. ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഇന്നലെ രാത്രിയാണ് എനിക്ക് ജ്ഞാനോദയം ഉണ്ടായത്. ഒരൊറ്റ രാത്രി കൊണ്ട് ജ്ഞാനോദയം കിട്ടാൻ ഇയാളാര് ശ്രീബുദ്ധനോ? ഹോട്ടൽ മുതലാളിയമ്മേ, ജ്ഞാനമെന്നത് അതിന്റെ ആവശ്യക്കാരന് വിധിയുണ്ടെങ്കിൽ താനേ തേടി വരും. തൊഴിച്ചു മാറ്റാൻ നോക്കിയാലും പോവില്ല. അല്ലാതെ പൈപ്പും ചോട്ടിലെ വെള്ളം പോലെ തോന്നുമ്പോ വരില്ല. എന്റെ പൊന്നു മോളെ, മനസ്സിലാക്ക്. സ്വാമി എന്താ പറഞ്ഞേ? നീ നിന്റെ അകക്കണ്ണ് തുറന്നു നോക്കൂ. ഐ മീൻ ടു സേ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. അപ്പോൾ നിനക്ക് എല്ലാം കാണാൻ കഴിയും. നിങ്ങൾ എന്തായി പറഞ്ഞ? സ്വാമി നിൽക്കരുത്, ഇരിക്കും സ്വാമി. അവൻ സ്വാമിയെ ഇരുത്തിയേ അടങ്ങും. അയ്യോ, സ്വാമി ഇങ്ങനെ വേർക്കുന്നെന്താ? മാഡം, വന്ന് സ്വാമിക്ക് സേവ ചെയ്യൂ. നീ വാടി. നീ പോടാ പത്തകത്തലയാ. ഇയാൾ ആരെന്ന് വെച്ചിട്ടാ ഞാൻ ഇയാൾക്ക് സേവ ചെയ്യേണ്ടത്? സത്യാവസ്ഥ നീ നേരിട്ട് കണ്ടറിഞ്ഞതുപോലെ മറ്റുള്ളവരെ കൊണ്ടത് കാണാൻ സാധിക്കില്ല. കണ്ടില്ലേ കണ്ടില്ലേ, സാക്ഷാൽ ഒരു ദൈവപുരുഷന്റെ തേജസ് കണ്ടില്ലേ? ഒരൊറ്റ എണ്ണം വെച്ചെന്നല്ല. സ്വാമി വീണ്ടും എന്നെ തല്ലാനാണോ പ്ലാന്? വിട്ടേക്ക് സ്വാമി. മാഡം അനുസരിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേ പറ്റൂ. ഈ ഹോട്ടലിൽ വിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് കാശ് കിട്ടണമെങ്കിൽ ഈ ഒരാൾക്കേ അതിന് കഴിയൂ. ഗുരുവായൂർ ഏകാദശി കാണാൻ പോയപ്പോൾ ചേട്ടാ വരട്ടെ, കണി കാണണം, കണി കാണണം. സ്വാമി, ഓണറമ്മയുടെ ദേശത്തിനൊരു കല്ല് കൊടുക്കൂ. വേഷകാലം ഈ മാഡമിന് കൊടുക്കേണ്ടത് കല്ലല്ല. അതെ, ഈ പ്രപഞ്ചത്തിൽ കൊറോണയെക്കാളും അതിഭയങ്കരമായത് യൗവനം. അതിന് വേണ്ടത് കല്ലല്ല. അതിനൊരു ചില മൂലിക വൈദ്യങ്ങളൊക്കെ ഉണ്ട്. ചാന്ത് പൊട്ട് ഒന്നിങ്ങോട്ട് വാ. എന്താ? ഒരുത്തിന് അംഗവൈകല്യമുണ്ടെങ്കിൽ അത് അവന്റെ മാത്രം പ്രശ്നമാണ്. പക്ഷെ ആലോചനയിൽ വൈകല്യമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രശ്നമാണ്. ഒന്ന് തിരുത്തിക്കോ. സാറേ, ആസിഡ് നരസിംഹനെ പോലുള്ള ഒരു വലിയ റൗഡിക്ക് പോലും ഈ കല്ല് വിൽക്കണവനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അത്ര വലിയൊരു റൗഡി അവൻ എതിർത്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനാവാൻ സാധ്യതയില്ല. അവനും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം? അവനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു എൻക്വയറി വേണം. അവനെ കുത്തി കയറട്ടെ സാറേ. മത്തങ്ങത്തലേൻ താത്തമ്മ ചുണ്ടൻ. അവന്റെ തല മുഴുവൻ പേനരിച്ച് അവന് ക്ഷയം പിടിച്ച് അവൻ കൊറോണ വന്നേ മരിക്കൂ. എന്താടി എന്റെ ചക്കരക്കുട്ടി, ആരെപ്പറ്റിയാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? പിന്നല്ലാതെ ഇലക്ഷനിൽ വോട്ടിടാൻ ഇലക്ഷൻ കാർഡ് മാത്രം തരുമെന്ന്. പക്ഷെ ഈ വയറ് നിറയ്ക്കാൻ റേഷൻ കാർഡ് മാത്രം തരില്ലത്രേ. അതല്ലേ ഞാൻ അന്നേ പറഞ്ഞത് എന്റെ ജിഞ്ചിനാക്കടി. നിന്നെ പോലുള്ളവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാണെങ്കിൽ ഈ നാട് തന്നെ നന്നാവും. ദേ കിടക്കുന്നത് തീൻ തരികിടത്തോം. എല്ലാവർക്കും രാശിക്കല്ല് കൊടുത്ത് മച്ചു മച്ചു എന്ന് പറയും. പക്ഷെ എന്നെ മാത്രം മച്ച് കയറിയിരിക്കാൻ പറയും. ആ കാട്ടിലമ്മയെ സാക്ഷിയാക്കി പറയുക. അനന്തരാവകാശികൾ ഇല്ലാത്തവർ പോലും കോടികൾ കോഴ വാങ്ങിച്ച് ചേർത്ത് വെച്ചിട്ടാണ് മരിക്കുന്നത്. കുട്ടികളില്ലാത്ത നിന്നെപ്പോലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വന്ന് അധികാരം കൈക്കലാക്കിയാൽ ഈ പ്രജകളെ പെറ്റ അമ്മയെപ്പോലെ നോക്കില്ലേ? ഓ, ചുമ്മാ പറഞ്ഞു സൂചിപ്പിക്കല്ലേ. ആര് സീറ്റ് തരും, ആര് വോട്ട് ചെയ്യും? മധ്യപ്രദേശിൽ ഷബ്നം മൗസി എന്ന നിന്നെപ്പോലെ ഒരു ഹിജടയെ പ്രജകളെല്ലാം സ്വീകരിച്ച് വോട്ടിട്ട് പാർലമെന്റിലേക്ക് തന്നെ അയച്ചു. എല്ലാവർക്കും ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നത് പോലെ സർക്കാർ നിങ്ങൾക്കും ഒരു ചാൻസ് തരും, വിശ്വസിക്കേ. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം വേണ്ട. പിന്നെ ഞങ്ങള് ഹിജടകളാണെന്ന് പറഞ്ഞ് ഈ പാർട്ടിക്കാർ കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അമ്മമ്മമ്മമ്മോ, എന്റെ ചക്കരക്കുട്ടി, ഞാൻ വിചാരിച്ച ഒരു ആളല്ലല്ലോ നീ. സത്യത്തിൽ നീ ഒരു ഹിജടയാ?
ചോദ്യം കേട്ടില്ലേ തത്തമ്മച്ചുണ്ടൻ? ഇരുന്ന ഞാൻ ശപിക്കും. ഞാൻ പോണു. ഓയ് 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 ഓയ്. എടാ, ബീവറേജസ് നിങ്ങൾക്ക് ക്യൂ പാലിക്കാൻ ഇവിടെ പാലിക്കൂല. ടാ, ആടനെ. ഓടാ പറയ ഒരൊറ്റ എണ്ണം വിട്ടാളുണ്ടല്ലോ. പുറകെ പോയി നിൽക്കണു എന്റെ ടോക്കൺ ഉണ്ട്. അതങ്ങ് മടക്കി പിറകെ പാലിച്ച് വേടാ. For more updates, like, comment, subscribe to our channel.